ഏറ്റവും സെക്കൻഡ് ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഒരു അമേസിങ് ഫീൽ ചെയ്യുന്നു ഈ സിപ്പ് ലൈൻ കയറുന്നത്. മേലെ എത്തുമ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ഉണ്ടായി. ഇത് സിപ്പ് ലൈനിൽ നിന്ന് താഴെയിലെ വാട്ടർ തീം പാർക്കിന്റെ വ്യൂ ആണ്. സിപ്പ് ലൈൻ കഴിഞ്ഞിട്ട് നേരെ എത്തുന്നത് ഈ ഒരു മോളിലേക്കാണ്. ഇതോടെ എപ്പിസോഡിൽ മിസ്റ്റർ ബീൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത്. അതല്ല, പക്ഷെ അതുപോലത്തെ. ഇത് മോളിൻ്റെ ഉള്ളിലെ ഒരു സ്പേസ് ആണ്. മലേഷ്യത്തെ പണ്ടത്തെ കാലത്തെ സാധനങ്ങൾ ഇവിടെ ഷോ കഴിച്ചൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പഴയകാലത്തെ ലൈറ്റ്, ഡോറ്, ചട്ടികള് അങ്ങനത്തെ എന്തെല്ലോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മാളിലെ ഗെയിം കളിക്കാനുള്ള കാർഡ് എടുക്കുന്ന മെഷീനാണ് ഇത്. എൻ്റെ ഉപ്പക്ക് 187 ആയിട്ടില്ലോ, നമുക്ക് 196 ആയി. അപ്പോൾ ആരാ പവർഫുൾ എന്ന് പറയണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഗെയിംസ് എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സിപ്പ് ലൈനിൽ തന്നെ പോകുകയാണ്. നമുക്ക് വേണമെങ്കിൽ കാറ് പോകാൻ ചൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ സിപ്പ് ലൈൻ തന്നെ ചൂസ് ചെയ്ത്. അതാണ് മോർ ഫൺ. ഇത് മലേഷ്യയിലെ ട്രഡീഷണലായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡാണ്. ഇതതിൻ്റെ സൈഡ് ഡിഷസ് ആണ്. ഇതാണ് KL ടവർ. ഇവിടുന്ന് ഈ സിറ്റിയുടെ ഓൾമോസ്റ്റ് വ്യൂ കാണാൻ പറ്റും. ഇത് ബൈനോക്കുലർ ആണ്, സിറ്റിന്റെ ഫുൾ കാണാൻ വേണ്ടിയിട്ടില്ല. ഇവിടെ 2 ടൈപ്പ് പാസ് ഉണ്ട്. ഒന്നിലും VIP പാസ്സാണ്. VIP പാസ് ആയതുകൊണ്ട് ക്യൂ നിൽക്കേണ്ട മനസ്സില്ല. അങ്ങനെ KL ടവർ വിസിറ്റും കഴിഞ്ഞ് പോവുകയാണ്. ഇതെല്ലാം ഫേക്ക് ഗ്രാസ് ആണ്. ഇത് മോണമെന്റ് പ്ലേസ് ആണ്, തുഗു നഗാര. ഇവിടെ കുറേ സിൽവർ ലോട്ടസ് സ്റ്റാച്ചു കാണാം. ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ നിർമ്മിച്ചത്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആവണം. ഇവിടെ കയറിയപ്പോൾ ഒരു സൗണ്ട് പോലും ഉണ്ടായിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സ്. മലേഷ്യൻ്റെ ഫ്ലാഗ് പിടിച്ച് സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. ഇതാണ് മർഡേക്ക സ്ക്വയർ. മലേഷ്യൻ്റെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്ത സ്ഥലമാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പെട്രോനാസ് ടിങ് ടവർ ആണ്. ഇതിന്റെ പുറത്തുള്ള പാർക്കാണിത്. LCC പാർക്ക് എന്ന് പറയും. ഇത് ഡ്രിങ്കിങ് വാട്ടർ ആണ്. അടുത്തത് ടിങ് ടവറിന്റെ ഉള്ളിലെ കാഴ്ച നോക്കാം.
ഇത് ഉപ്പിലിട്ട് വിൽക്കുന്നത് ഷോപ്പ് പോലെ തോന്നും, പക്ഷെ ഇതെല്ലാം ഷോന് വെച്ചതാണ്. ഇതാണ് എൻ്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പ് ഫെസിലിറ്റി. ബേബികൾക്ക് ഡ്രസ്സ് മാറ്റാനോ ഫീഡ് ചെയ്യാനോ ഇല്ല സ്ഥലമായിരുന്നു. ഇത് ഭയങ്കര തണുപ്പാണ്. ഇതാണ് മിൽക്ക് റൂം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണിത്. ഇതാണ് KCC അക്വേറിയം. ഇതൊരു ക്രാബ് പോലത്തെ ഒരു ആനിമലാണ്. ഇവിടെ സ്റ്റാർ ഫിഷിനെയിൽ വേണമെങ്കിൽ തൊടാം. ഇവിടെ കുറെ വെറൈറ്റി ആനിമൽസ് എല്ലാം ഉണ്ടായിരുന്നു. കൂടുതലും ഫിഷിലാണ് വെറൈറ്റി. ഇവിടെ നടക്കണം എന്നില്ല, വെറുതെ നിന്നോർത്താൽ മതി. ഇവിടെ എസ്കുലേറ്റർ ഉണ്ട് തായില്. അവിടെ കുറച്ചാൾ പോയിന്റ് ചെയ്തത് കണ്ടോ? അത് സ്റ്റിംഗ്രേ ആണ്. അങ്ങനെ അക്വേറിയം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടിങ്ക് ടവറിന്റെ പാർക്കിലൂടെ നടക്കുകയാണ്. ഇവിടെ നൈറ്റിലാണ് കൂടുതൽ ഭംഗി. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു ടിപ്പ്, മാക്സിമം ഗൈഡില്ലാതെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഫണ്ണ്. നമ്മൾ മലേഷ്യയിലത്തെ ഒരു ലേഡീനോട് ചോദിച്ചിട്ടാണ് ഈ മെട്രോയിൽ കയറിയത്. ഒരു ഐഡിയക്ക് വേണ്ടി നമ്മൾ ഈ മാപ്പ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വെച്ചു. ഇത് ഫുഡ് സ്ട്രീറ്റിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഇതിൽ തവള ഫ്രൈ എല്ലാം ഉണ്ട്. ഇത് തവളയാണ്. ഇതാണ് ഇവിടുത്തെ കിങ്ങിന്റെ പാലസ്. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണ്. ഇവിടെ 1 മില്യൺ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് റിയൽ ക്യാഷ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൈലറ്റിൻ്റെ അപ്പുറം ഒരു ഫോട്ടോ എടുത്ത് ഈ യാത്ര അവസാനിപ്പിച്ചു. എൻ്റെ എഫേർട്ടിന് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.